കുളിച്ച് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ തന്നെ പല രോഗങ്ങൾക്കും വിടുതല, പല ബന്ധനങ്ങളും അഴിയുകയാണ്, കെട്ടുകൾ തകർക്കപ്പെടുകയാണ്. അയാൾ വിശുദ്ധ കുമ്പസാരമെന്ന ആ വലിയ കുദാശ, ഇതിന് ഭയങ്കരമായ ശക്തിയുണ്ട്. ഈ മകൻ്റെ കുമ്പസാരം പ്രാർത്ഥന അത്ഭുതമായിട്ട് ആ മകന് കർത്താവ് സൗഖ്യം നൽകുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അയോഗ്യതയുള്ള വിശുദ്ധ ഒന്ന് കള്ളക്കുമ്പസാരത്തിലുള്ള കുർബാന സ്വീകരണം, അത് വലിയ തെറ്റാണ്. മറ്റൊന്ന് കുമ്പസാരിക്കത്തേയില്ല, നാളുകളായിട്ട് കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കും, അത് തെറ്റാണ്. മറ്റൊരു മേഖല എന്ന് പറയുന്നത്, നമുക്ക് വിശുദ്ധ വിശ്വാസമൊന്നുമില്ല, ഒരു സാധാരണ ക്രിസ്ത്യാനിയാണ്, പള്ളിയിലൊക്കെ പോവും, കുർബാന കാണുന്നു, കുർബാന സ്വീകരിക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ആഴമേ വിശ്വാസ ബോധ്യമൊന്നുമില്ല, പക്ഷെ അവർ കുർബാനയിൽ വരുന്നു, എല്ലാവരും പോയി കുർബാന സ്വീകരിക്കുന്നു, ഞാനും കുർബാന സ്വീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടില്ലാത്ത ക്രിസ്ത്യാനികൾ ധാരാളമായിട്ടുണ്ട്. അതായത് ഒരു അതിന് പറയുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ ചെയ്യുന്നു, അതിനപ്പുറം ഒന്നുമില്ല, അത്ര തന്നെ. അങ്ങനെ കുർബാന പങ്കെടുക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, ഞായറാഴ്ച മാത്രം കുർബാന പോകുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ട്, ധാരാളം പേരുണ്ട്. അങ്ങനെ വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ ഇല്ലാത്തവർ, അവർ കുർബാന സ്വീകരിച്ചിട്ട് എന്താ കഥയിരിക്കുന്നു? ഒരു കഥയില്ല. അതും അയോഗ്യതയിലുള്ള വിശുദ്ധ കുർബാന സ്വീകരണമാണ്. പല വിധത്തില് ഹൃദയത്തിൽ വിശ്വാസമില്ല, ബോധ്യമില്ല, എന്നിട്ടും കുർബാന സ്വീകരിക്കുന്നു, ഒരു പ്രയോജനമില്ല. അപ്പോൾ അയോഗ്യതയോടെയുള്ള കുർബാന സ്വീകരണം പല വിധത്തിലാണ്. ഇനി മറ്റൊരു മേഖലയുണ്ട്. എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്. മിക്കവാറും ദിവസങ്ങളിൽ, എല്ലാ ദിവസവും തന്നെ ഭാര്യയും ഭർത്താവും പള്ളിയിൽ വരുന്നവരാണ്. കുർബാന സ്വീകരിക്കും, കുർബാന പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും. ആ സഹോദരൻ്റെ പരിപാടി എന്ന് പറയുന്നത് പണം പലിശക്ക് കൊടുക്കുന്ന പരിപാടി. പണം പലിശക്ക് കൊടുക്കുകയാണ്. 5 രൂപ 8 രൂപ പലിശക്ക് കൊടുത്ത് പലിശക്ക് കൊടുത്തിട്ട് പലിശ മേടിക്കുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും ഞാൻ ഇന്ന് പള്ളിയൊക്കെ ചെന്നു അന്നെ ഞാൻ കാണുന്ന വ്യക്തിയാണ്. രാവിലെ കുർബാനയ്ക്ക് ഭാര്യയും ഭർത്താവുണ്ട്, കുർബാനയെ പങ്കെടുക്കും, ഈശോയെ സ്വീകരിക്കും. ഇത് ശരിയാണോ? ഇത് ആണോ? എന്നെ ഒന്നും മിണ്ടാത്തെ? ഒരിക്കലും ശരിയല്ല. അപ്പോൾ ഇതൊക്കെ തെറ്റാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ചില വ്യക്തികൾ തലേദിവസം മദ്യപിക്കും, പാപമൊക്കെ ചെയ്യും, ഒരു മടിയില്ല. പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട് കുർബാന. ഒരിക്കലും ഒരു ചേട്ടൻ പറഞ്ഞ, ഞാൻ എത്ര പൂസായിട്ട് കിടന്നാലും വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും, ഞാൻ കുർബാന മുടങ്ങത്തില്ല, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്, ഞാൻ കുർബാന പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും. എങ്ങനെയുണ്ട്? ഒരിക്കലും ചേട്ടനോട് പറഞ്ഞു, എത്ര അടിച്ച് പൂസായി കിടന്നാലും 4 മണിക്ക് തന്നെ എഴുന്നേക്കും. അങ്ങനെയുള്ള ചില ഏട്ടന്മാരുണ്ട്. ഇതൊക്കെ അതിൻ്റെ ബാക്കി വചനം കൂടെ കേട്ടോ, ഞെട്ടിപ്പോവും. ബാക്കി വചനം കേട്ട് കഴിഞ്ഞാൽ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുന്ന വ്യക്തികള് ഇന്ന് അവസാനിപ്പിക്കണം. യോഗ്യതയോട് കൂടെ മാത്രമേ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. അതുപോലെ 10 കൽപ്പനകളുടെ ലംഘനം, ദൈവവചനത്തിന്റെ ഗൗരവമേറിയ ലംഘനം നടത്തിയിട്ടുണ്ടോ, എത്രയും വേഗം നമ്മൾ കുമ്പസാരിച്ച് പാപമോചനം കിട്ടിയിട്ടേ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. ഗൗരവമേറിയ പാപം ചെയ്തിട്ട് ആ പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കുർബാനയെ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുന്ന വ്യക്തി ആത്മനാശത്തിലേക്കുള്ള യാത്രയില്ല. അപകടകരമായ പോക്കാണത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അയോഗ്യതയുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായി തെറ്റിയുന്നുണ്ടോ? യേശുവിന്റെ ശരീരത്തിനും രക്തത്തിനും എതിരായിട്ട് തെറ്റിയുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യട്ടെ. ആത്മശോധന ചെയ്യുക, അതാണ് കുമ്പസാരം. ഓരോ ദിവസവും നമ്മൾ ആത്മശോധന ചെയ്യണം. നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതമൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, അവരുടെ അനുദിന ആത്മീയ ചിന്തയുടെ ഒരു ഭാഗം, അതായത് ഉറങ്ങുന്നതിന് മുൻപ് അവർ ശാന്തമായിട്ടിരുന്ന് അന്നത്തെ ദിവസത്തെ മുഴുവൻ ധ്യാനിക്കും. എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, ആത്മശോധന ചെയ്യും. ആത്മശോധന ചെയ്ത് അനുദപിച്ച് ദൈവസന്നിധിയിൽ എല്ലാം ഏറ്റുപറഞ്ഞ് എല്ലാം അനുദപിച്ചിട്ട് ക്ഷമ ചോദിച്ച് കർത്താവിൻ്റെ അടുക്കൽ ഒരു എൻ്റെ സ്നേഹത്തിലായിട്ടാണ് വിശുദ്ധന്മാർ രാത്രിയിൽ കിടക്കുന്ന പറയുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അനുദിനം. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ശരിക്കും അങ്ങനെ ചെയ്യണം കേട്ടോ.
രാത്രി കിടക്കുന്നതിന് മുൻപ് ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഒന്ന് അനുദപിച്ച് അന്നത്തെ ദിവസം വന്നുപോയ വീഴ്ചകൾ എന്തൊക്കെയുണ്ട് അവരൊക്കെ മാപ്പ് ചോദിച്ച് അനുദപിച്ച് ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിനോട് മാപ്പ് ചോദിച്ച് അങ്ങോട്ട് അതൊരു നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. നമുക്ക് പറ്റുന്ന കാര്യമാണ്. പരിശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യങ്ങളില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ വിശുദ്ധമാണ്. അപ്പം ആത്മശോധന, ഇവിടെ ആത്മശോധന എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആത്മശോധന ചെയ്ത് കുമ്പസാരത്തിലേക്ക് വരണം. കുമ്പസാരിച്ച് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവൻ ദിവ്യകാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കണം. യേശുവിൻ്റെ ശരീരം, യേശുവിൻ്റെ രക്തം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത് സ്വീകരിക്കാനായിട്ട്. ശരീരത്തെ വിവേചിച്ചറിയണം. ഇത് ഒരു തമാശക്കളിയോ കുഞ്ഞുകളിയോ ഒന്നുമല്ല. വിശുദ്ധ കുർബാനയും വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവമേറിയൊരു കാര്യമാണ്. ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, അടുത്ത വാക്ക് പറയുന്നു, തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്, പാനം ചെയ്യുന്നത്. വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്കാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ എത്തിക്കുന്നത്. ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്, പാനം ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മൾ ശിക്ഷാവിധിയാണ് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. രഹസ്യ പാപങ്ങളും തിന്മകളും ഒക്കെ ചെയ്തിട്ട് കുമ്പസാരമില്ല, അനുതാപമില്ലാതെ പോയി എത്രയോ പേരാണ് വിശുദ്ധ സ്വീകരിക്കുന്നത്. അവര് അവരുടെ ശിക്ഷാവിധി തന്നെ ഭക്ഷിക്കുന്നു, പാനം ചെയ്യുന്നു. വലിയ അപകടകരമായൊരു കാര്യമാണ്. ആത്മവിശുദ്ധി ഇല്ലാതെ, ഹൃദയ നൈർമല്യം ഇല്ലാതെ പാപമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിശുദ്ധ സ്വീകരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ആ വ്യക്തികൾ ശരിക്കും വീണ്ടും സാത്താൻ്റെ അടിമത്വം ആ വ്യക്തിയിൽ കൂടുതൽ ശക്തമാവുകയുള്ളൂ. പാപത്തിൽ വിശുദ്ധ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയിൽ സാത്താൻ്റെ അടിമത്വം കൂടും. അതിന് ഉദാഹരണമാണ് യോഹന്നാൻ 13:27. യോഹന്നാൻ 13:27. യൂദാസ് അപ്പം സ്വീകരിച്ചു, സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. മറ്റ് അപ്പസ്തോലന്മാര് ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ എല്ലാവർക്കും അപ്പം മുറിച്ച് യേശു കൊടുത്തു. പക്ഷെ യൂദാസിൽ മാത്രം എന്തേ പിശാച് പ്രവേശിച്ചത്? ഹല്ലേലൂയ. ശരിയല്ലേ ഞാൻ പറഞ്ഞ വചനം? ശരിയല്ലേ? ആരും നോക്കിയോ? അല്ലേ? യൂദാസ് അപ്പം സ്വീകരിച്ചു, സാത്താൻ അവന്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു. അപ്പം യേശു ആശീർവദിച്ചു കൊടുത്ത അപ്പം അവൻ സ്വീകരിച്ചു, പക്ഷെ അപ്പത്തിൽ യേശു ഇല്ലായിരുന്നു. പിന്നെ അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലേക്ക് ആര് പ്രവേശിച്ചു? സാത്താൻ പ്രവേശിച്ചു. ഇത് വലിയൊരു സൂചനയാണ്. നമ്മൾ ഓരോരുത്തരും ഗൗരവമേറിയ പാപം ചെയ്തിട്ട് പോയി വിശ്രമാനെ സ്വീകരിക്കരുത്. നന്നായിട്ട് അനുദപിച്ച് എത്രയും വേഗം കുമ്പസാരിക്കണം. ചിലരൊക്കെ എത്ര കാലം വന്നിട്ട് കുമ്പസാരിക്കാതിരിക്കുന്നു? 2 വർഷം 3 വർഷം, എത്രയോ വർഷങ്ങളാണ് കുമ്പസാരിക്കാതിരിക്കുന്നത്. ഇവിടെ ഒരിക്കൽ ധ്യാനിക്കാമെന്ന ഒരു ജോർജ് സാറ്, അത് വലിയൊരു സാക്ഷ്യമാണ് കേട്ടോ. ജോർജ് സാറും ഹൈദരാബാദ് എന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ ധ്യാനിക്കാനായിട്ട് വന്നു. അവിടെ നമ്മുടെ ഒരു കൺവെൻഷൻ വർഷങ്ങൾക്ക് മുമ്പ് നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ ജോർജ് സാറ് കൺവെൻഷൻ്റെ ഒരു കുറച്ച് സമയം വന്നിരുന്നതേ ഉള്ളൂ. ജോർജ് സാറ് ഇവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടായ വലിയ ജീവിതാനുഭവം സാക്ഷ്യപ്പെടുത്തി. ജോർജ് സാറിൻ്റെ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ജോർജ് സാറിന് വിശ്വാസമില്ല, നിരീശ്വരവാദിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. റഷ്യയിൽ പോയി കമ്മ്യൂണിസം പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ നാട്ടിൽ വന്ന് പാർട്ടിക്കാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ അതായത് ദൈവത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തിയാണ്. ഞാൻ പറയുന്നത്, എനിക്ക് ഏറ്റവും ജീവിതത്തിൽ വെറുപ്പ് കത്തോലിക്ക സഭ, വൈദികര്, സന്യസ്തരെയാണ് എനിക്ക് ഏറ്റവും വെറുപ്പ് ഹൃദയത്തിൽ. എനിക്കവരെ ഇഷ്ടമല്ല. എൻ്റെ ഹൃദയം അങ്ങനെയാണ്. ഈ അവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞങ്ങളിവിടെ കൺവെൻഷൻ ചെല്ലുമ്പോൾ അവിടെ വരാനുണ്ടായ ഒരു കാരണം, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഉറ്റ കൂട്ടുകാരന് പെട്ടെന്ന് ക്യാൻസർ ബാധിച്ച് അദ്ദേഹം മരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷമായി.
അങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ നമ്മുടെ കൺവെൻഷൻ്റെ സംഘാടകർ ഈ സാറിൻ്റെ വീട്ടിൽ ചെന്നു. ഇങ്ങനെ കൺവെൻഷനാണ്, കൺവെൻഷന് വേണ്ടി സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു ഞാനൊരു 1000 രൂപ കൺവെൻഷന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കൺവെൻഷൻ നടന്ന ദിവസങ്ങളിൽ അവിടെ സ്കൂൾ ഗ്രൗണ്ടിലാണ് കൺവെൻഷന്, പള്ളി ഗ്രൗണ്ടിലാണ് കൺവെൻഷൻ. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് ഒരു മനസ്സിൽ തോന്നൽ ഒന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വരണമെന്ന്. അങ്ങനെ ഇവിടെ കൺവെൻഷൻ്റെ ആ ഗ്രൗണ്ടിൽ വന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ രാവിലെ അവിടെ വന്നു, ഉച്ചവരെ അവിടെ നിന്ന് വചനം കേട്ടു. അവൻ ബ്രദറാണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗം കേട്ടപ്പോൾ എന്തോ എൻ്റെ മനസ്സിനൊരു സ്പർശനമുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു കോട്ടയത്ത് വന്നൊരു ധ്യാനം കൂടാൻ. ഉച്ചവരെ ഞാൻ ഇവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കും. ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ധ്യാനത്തിന് വന്നു, ധ്യാനത്തിന് പങ്കെടുക്കുകയാണ്. കുമ്പസാരത്തിൻ്റെ അന്ന് അദ്ദേഹം വന്ന് പാപത്തിൻ്റെ ക്ലാസ്സൊക്കെ ഞാനാണ് എടുക്കുന്നത്. അപ്പം അദ്ദേഹം പാപത്തിൻ്റെ ക്ലാസ്സൊക്കെ വ്യക്തമായിട്ട് കേട്ടു. കുമ്പസാരിക്കാനായിട്ട് ഇരുന്നപ്പോൾ അന്ന് ഒരു 10,000 പേര് ഇവിടെ ധ്യാനിക്കുന്നുണ്ട്. ഒരു വല്യച്ഛനെടുക്കൽ ആദ്യം കുമ്പസാരിക്കുന്നത്. കുമ്പസാരിച്ചിട്ട് മനസ്സിനൊരു തൃപ്തി വന്നില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷിതരാരോട് പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു കൊച്ചച്ഛനും കൂടെ കുമ്പസാരിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഒരു കൊച്ചച്ഛനെടുക്കുക കൊണ്ടാക്കി. ആ അച്ഛനെടുക്കൽ നിന്ന് ഒരു 1.25 മണിക്കൂർ എടുത്ത് തൻ്റെ ജീവിതം മുഴുവൻ അവിടെ തുറന്നു പറയുകയാണ്. സഭയോട് വെറുപ്പ്, വൈദ്യരോട് വെറുപ്പ്, എല്ലാ കാര്യങ്ങളും ചെയ്ത പാപത്തിൻ്റെ മേഖലയെല്ലാം കുമ്പസാരിച്ചിട്ട് 48 വർഷമോ മറ്റോ ആയി കുമ്പസാരിച്ചിട്ട്. സാറ് എല്ലാം ഏറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് എല്ലാം. ആ കൊച്ചച്ഛൻ പാപമോചനം കൊടുത്തു, ആശീർവാദം കൊടുത്തു. ഇനിയാണ് ഒരു വലിയ സംഭവം നടക്കാൻ പോകുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആശീർവാദം കൊടുത്തിട്ട് ജോർജ് സാർ എഴുന്നേറ്റു, അച്ഛനങ്ങോട്ട് എഴുന്നേറ്റു. ഈ കൊച്ചച്ഛൻ എഴുന്നേറ്റിട്ട് മുട്ടയിൽ നിന്നിട്ട് ഈ ജോർജ് സാറിൻ്റെ കാലിലങ്ങ് പിടിച്ചിട്ട് കാലിലങ്ങ് ചുംബിച്ചു. 2 കാലിലും ചുംബിച്ചിട്ട് എഴുന്നേറ്റ് ജോർജ് സാറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജോർജ് സാറേ, ഞാൻ സഭയ്ക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. വൈദികർ അല്ലെ സന്യാസത്തിൻ്റെ സഭയിലൂടെ സാറിനുണ്ടായ എല്ലാ വേദനകൾക്കും ഞാൻ മാപ്പി ചോദിക്കുന്നു, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ജോർജ് സാറ് പറഞ്ഞു എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി, ഞാൻ കരയാൻ തുടങ്ങി. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ജോർജ് സാറിൻ്റെ ഹൃദയത്തെ തൊട്ടത് ആ വൈദികൻ്റെ ആ ഒരൊറ്റ പ്രവൃത്തി. തകർന്നുപോയി. അതോടെ ആഴമായ അനുതാപത്തിലേക്കായി, മാനസാന്തരത്തിലേക്ക്, വലിയ വിശ്വാസത്തിലേക്ക് വന്നു. മൊത്തത്തിൽ ആളിനെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുകയാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റിയത് ആ ഒരു കുമ്പസാരവും ആ ഒരു അനുഭവം. ഇവിടെ നിന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു, ഞാൻ എൻ്റെ റിട്ടയറായിട്ട് സൗഹൃദത്തിൻ്റെ ടീമിൽ എനിക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴമായൊരു ദൈവാനുഭവത്തിലേക്ക് ആ മനുഷ്യനെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. അതായത് അദ്ദേഹത്തിന് കുമ്പസാരം വിശ്വാസമില്ല, കുർബാന വിശ്വാസമില്ല, സഭയിൽ വിശ്വാസമില്ല, ഒന്നുമില്ലാത്ത വ്യക്തി കർത്താവിൻ്റെ സ്വന്തമായിട്ട് മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു യോഗ്യതയില്ലാതെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം നമ്മളെ കുഴപ്പത്തിലാക്കും, അല്ലേ? ശിക്ഷാവിധി നമ്മൾ ഏറ്റുവാങ്ങണം, ശിക്ഷാവിധി നമ്മൾ ഭക്ഷിക്കുകയാണ്, പാനം ചെയ്യുകയാണ്. അപ്പോൾ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും കുമ്പസാരമൊക്കെ പറ്റുമെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ, ഇനി അതിൽ കൂടുതൽ പോയാൽ 1 മാസം, എന്നാലും പോകരുത്. പറ്റുമെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ നമ്മൾ കുമ്പസാരിച്ചു കൊള്ളുക. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ പിതാവൊക്കെ ആഴ്ചയിൽ 1 ദിവസം കുമ്പസാരിക്കുമായിരുന്നു. നമുക്ക് കുഞ്ഞു പാവങ്ങളില്ലേ, അതൊക്കെ നമ്മൾ ഏറ്റു പറഞ്ഞ് ആഴ്ചയിൽ 1 കുമ്പസാരിക്കുന്ന ഒത്തിരി നല്ലതാണ്. അടുക്കൽ കുമ്പസാരിക്കുക, ആത്മവിശുദ്ധി ഗണത്തിലേക്ക് വരിക. പിന്നെ കുമ്പസാരം നീട്ടി വയ്ക്കരുത്. അക്കാര്യത്തിൽ നല്ലൊരു നിഷ്ഠ നമുക്കുണ്ടാവുക. സാധിക്കുന്ന എല്ലാ ദിവസവും വിശ്രമാനയ്ക്ക് പങ്കെടുക്കുക. എല്ലാ ദിവസവും വിശ്രമാനയ്ക്കായിട്ട് നമ്മൾ പോകണം. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചു പോയതിൻ്റെയും കാരണം ഇതാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ വിധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുറവുകൾ അത് മനസ്സിലാക്കി അനുദപിക്കാനും പശ്ചാത്തപിച്ച് കർത്താവിലേക്ക് തിരിച്ചു വരാനുമൊക്കെ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല,
ഒരു നാളും നീ അനാഥനല്ല.